നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവം. കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷ് വധക്കേസിലെ പ്രതികൾ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ. ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി കരുനാഗപ്പള്ളി പോലീസ്. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഓണക്കിറ്റും സമ്മാനിച്ചു. വിശിഷ്ട സേവനത്തിന് മെഡൽ നേടിയവർക്ക് ആദരം. വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. ചാരുമൂട്ടിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. 6 പേരെയാണ് തടങ്കലിലാക്കിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതിയാണ്. നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ കരുതൽ തടങ്കലിലാക്കിയത്. ഓച്ചിറ SHOയുടെ നേതൃത്വത്തിൽ പിടികൂടിയ ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളായ 6 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിന് ഉത്തരവായി. കരുനാഗപ്പള്ളി മടത്തിൽക്കാരായ്മ കൃഷ്ണവിലാസത്തിൽ അലുവ എന്ന അതുൽ, തഴവ വടക്കുമുറിമേക്ക് കളരിക്കൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന രാജീവ്, ഓച്ചിറ മേമന ലക്ഷ്മി ഭവനത്തിൽ കുക്കു എന്ന മനു, മേമന അങ്ങാടിക്കിഴക്കതിൽ വീട്ടിൽ മൈനഹരി എന്ന ഹരികൃഷ്ണൻ, ഓച്ചിറ പായ്ക്കുഴി മോഴൂർ തറയിൽ വീട്ടിൽ പ്യാരി, ഓച്ചിറ ചങ്ങൻകുളങ്ങര പുതുക്കാട് കിഴക്കതിൽ പങ്കജ് എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. കരുനാഗപ്പള്ളി ഓച്ചിറ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരെല്ലാം. കാലാകാലങ്ങളിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇവരിൽ പ്യാരി, അതുൽ എന്നിവരെ മുൻപ് 2 തവണയും പങ്കജ്, മനു എന്നിവരെ ഓരോ തവണയും കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളതാണ്. വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം, അതിക്രമം, കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ, നരഹത്യാശ്രമം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, കൊലപാതക ശ്രമം, കൊലപാതകം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അന്നമൂട്ടുന്ന കരങ്ങൾക്ക് ആദരവ്. പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി ഗീതമ്മയാണ് ആദരിച്ചത്. പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂൺമീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്കൂൾ പാചക തൊഴിലാളിയായ ഗീതമ്മയെയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ ആദരിച്ചത്. ഓണപ്പുടവയും ഭക്ഷ്യധാന്യ കിറ്റും നൽകി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 പരിപാടികളാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പുകപ്പെട്ടതാണ് ഇവിടുത്തെ പാചകപ്പുര. നിങ്ങൾക്കെല്ലാം 3 നേരം ആഹാരം തരുന്ന കേരളത്തിലെ അപൂർവം സ്കൂളുകളിലൊന്നാണ്. പലപ്പോഴും ഈ യൂണിയൻ സ്കീമിനെ കുറിച്ച് നമ്മുടെ ഔദ്യോഗിക ഗ്രൂപ്പുകൾ ഓഫീസറുകളുണ്ട്, ഗോപാൽ സാറ്, നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടുത്തെ യൂണിയൻ സ്കീം, ഉച്ചയൂണ് പദ്ധതി. അപ്പം അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകൻ ഹരിസാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മളിന്ന് പാചക തൊഴിലാളികളെ ആദരിക്കുകയാണ്. ആ ചടങ്ങാണ് ഈ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങ്. രണ്ടാമത്തത്, നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ NSS യൂണിറ്റ്, നാഷണൽ സർവീസ് സ്കീം, അവർ വളരെ മാതൃകാപരമായിട്ടൊരു പ്രവർത്തനം നടത്തുകയാണ്. ശൈലാലംബരമായിട്ടുള്ള പാലിയേറ്റീവ് രോഗികൾക്കും മറ്റ് രോഗികൾക്കും ഇക്കാലത്ത് ഈ ഓണനാളിൽ ഓണക്കിറ്റുകൾ നൽകിക്കൊണ്ട് PTA പ്രസിഡന്റ് അജിയം അധ്യക്ഷത വഹിച്ചു. ചവറ ഉപജില്ലാ നൂൺമീൽ ഓഫീസർ K ഗോപകുമാർ, പ്രഥമാധ്യാപിക R ഗംഗാദേവി, പന്മന മഞ്ചേഷ്, ആനന്ദകുമാർ, മായ CV, ഷൈൻകുമാർ, വിളയിൽ ഹരികുമാർ, A സിദ്ദിഖ്, ആഷിം, നിയാസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വ്യാജ വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. കരിമുളയ്ക്കലിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചാരുമൂട് ജംഗ്ഷനിൽ സമാപിച്ചു.
ആദരണീയനായ മൊബൈലിക്കരുകൊണ്ട് എം പിയെ നയിക്കുന്ന ഫ്രീഡം ലൈഫ് നൈറ്റ് മാർച്ച് ഈ വീതിയിലൂടെ കടന്നു വരികയാണ്. രാജ്യം വിഭാവനം ചെയ്യുന്ന ഭരണഘടന എന്ന ഉദാത്തമായ നിയമപുസ്തകത്തിലെ പൗരാവകാശമായ വോട്ടവകാശത്തെ പോലും തേജോവധം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പിയാണ് നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകിയത്. വോട്ട് ചോർച്ചാ വിവാദത്തിലും വ്യാജ വോട്ട് വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു നൈറ്റ് മാർച്ച്. കരിമുളയ്ക്കൽ തുരുത്തിയിൽ ജംഗ്ഷനിൽ KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശിയം കോശി നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി പോലും വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായി കഴിഞ്ഞ 7 ദിവസക്കാലമായി ബീഹാറിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാഹുൽജി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൻപിച്ച ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവിടുത്തെ BJP കൂട്ടുകെട്ട് സർക്കാരിനെ അമ്പരപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പടുകൂറ്റൻ ജാഥയുമായി അദ്ദേഹം ബീഹാറിലെ ജനങ്ങളെ ഈ കള്ളവോട്ടിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജാഥയ്ക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നൈറ്റ് മാർച്ച് ആരംഭിക്കുകയാണ്. ചാരിമൂട്ടിൽ നടത്തിയ സമാപന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും NCP ചേർന്ന സഖ്യം 4-3 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് എല്ലാ പ്രവചനങ്ങളും ആ പ്രവചനങ്ങളെല്ലാം കോൺഗ്രസിനും മുന്നണിക്കും അനുകൂലമായ എക്സിറ്റ് പോളുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ വീണ്ടും BJP നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വന്നു. എന്താണ് ഇതിന് കാരണമെന്ന് രാഹുൽ ഗാന്ധി പരിശോധിച്ചു. അദ്ദേഹം പഠിച്ചു. അതിനുവേണ്ടി ടീമുകളെ നിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടു. ഏതാണ്ട് 4000 പേരുള്ള വോട്ടർ പട്ടിക കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചത് ഈ 4000 പേജിലേക്ക് കടന്നു പോകാൻ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ ടീമോ തയ്യാറാകില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയും അദ്ദേഹം നിയോഗിച്ച ടീമും പരിശോധിച്ചു. വോട്ടർ പട്ടികയുടെ ഓരോ പേജും പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് എന്താണ്? അവിടെ ആളുകൾ താമസമില്ലാത്ത റൂമുകളിൽ അല്ലെങ്കിൽ അവിടെ ഒറ്റ റൂമിൽ 200-300 വോട്ടർമാർ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് G ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കോശിയം കോശി, അഡ്വക്കേറ്റ് KR മുരളീധരൻ, MR രാമചന്ദ്രൻ, രാജൻ പൈനിമോട്, മുഞ്ഞനാട് രാമചന്ദ്രൻ, ബബിത ജയൻ, ഗീതാ രാജൻ, PK രവി, സൈനുദ്ദീൻ, റഫീഖ് റിഫായി, രജിന സുന്നിത്താൻ, G വേണു, സജി തെക്കേത്തലയ്ക്കൽ, ഇബ്രാഹിം കുട്ടി, അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരിമൂട്. കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി ജനമൈത്രി പോലീസ്. കരുനാഗപ്പള്ളി പോലീസാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ജനമൈത്രി ബീറ്റ് പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഓണക്കിറ്റും നൽകിയത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് പരിധിയിലെ 60 കിടപ്പ് രോഗികൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത്. സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഓണക്കോടികളും വിതരണം ചെയ്തു. ASP അഞ്ജലി ഭാവന ഓണാഘോഷ പരിപാടികൾക്ക് ദീപം തെളിച്ചു. സമ്മേളനം SHO ബിജു ഉദ്ഘാടനം ചെയ്തു. SI ഷമീർ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ SI വേണുഗോപാൽ, CPO ഹാഷിം എന്നിവർക്ക് ആദരവ് നൽകി. ഉത്രാടം സുരേഷ്, സന്തോഷ് തുടിയൂർ, സുജിത്ത്, ആഷിഖ്, ASI ജയകൃഷ്ണൻ, CPOമാരായ വിശാഖ, പ്രശാന്ത്, കൃഷ്ണകുമാർ, സരൺ തോമസ്, ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നെടുമ്പനയിൽ നാടൻ തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കാൻ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ 250 ഇടങ്ങളിലാണ് തെങ്ങിൻ തൈകൾ ഫൗണ്ടേഷന്റെ ചെലവിൽ നട്ടുപിടിപ്പിക്കുന്നത്. പ്രവർത്തനങ്ങൾക്ക് കവി കുരിപ്പിട ശ്രീകുമാർ തുടക്കം കുറിച്ചു. നെടുമ്പന ഗ്രാമത്തിലെ 250 ഇടങ്ങളിലാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തെങ്ങുകൾ നട്ടുപിടിപ്പിക്കുന്നത്.
ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പരിസരത്ത് WCT വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇനത്തിലെ 12 തെങ്ങിൻ തൈകൾ നട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കവി കുരീപ്പുഴ ശ്രീകുമാർ തെങ്ങിൻ തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ, കൈകൾ കാട്ടും മാങ്ങ്യ ഭാഷ ഏൽക്കുവാൻ, ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ, ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ക്ഷാമവൻമുതലകൾ ജലത്തിൻ്റെ ആടകൾ ഉരിഞ്ഞു ദ്വീപിൻ ജീവനെ, വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അനിൽ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഗിരിജകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ K. ഉണ്ണികൃഷ്ണൻ, ഷമീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത, മാനേജിംഗ് കമ്മിറ്റി അംഗം R. ബിജു, പരിസ്ഥിതി പ്രവർത്തകൻ ബാബുജി ശാസ്താംപൊയ്ക, ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പള്ളി പ്രേംഷാജ്, സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ, കൃഷി വിഭാഗം അധ്യാപകൻ ആഷിഖ് ദത്തും തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം നൽകി. നാടിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പഴയകാല നാടൻ ഇനങ്ങളുടെ പ്രോത്സാഹനത്തിനാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ WCT തെങ്ങിൻ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. സേവനം ആവശ്യമുള്ളവരുടെ വീടുകളിലെത്തി സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും മണ്ണിന്റെ ഘടനയും പരിശോധിച്ച് പരിപാലിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് തെങ്ങിൻ തൈ നട്ടു നൽകുക. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ കൈമാറി. KM മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് M പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. കോക്കാട് പ്രിൻസ് രാജനാണ് വീട് നിർമ്മിച്ച് നൽകിയത്. KM മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് M സംസ്ഥാന വ്യാപകമായി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് പത്തനാപുരം കോക്കാട് പ്രിൻസ് രാജന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP കൈമാറി. കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലയിലും പറ്റുന്നിടത്തോളം നിയമസഭാ മണ്ഡലങ്ങളിലും മാണി സാറിന്റെ ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് KM മാണി കാരുണ്യ ഭവനം നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആറന്മുളയിൽ ചെയ്തു, നമ്മൾ റാന്നിയിൽ പൂർത്തീകരിച്ചു. എല്ലാ സ്ഥലങ്ങളും കാസർഗോഡ് തൊട്ട് നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തു വരികയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഒരു സന്ദേശമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാണി സാറ് കഴിഞ്ഞ 53 വർഷം പാലാ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ, നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വികസനം മാത്രമല്ല, പക്ഷെ ആ പ്രവർത്തനത്തിൽ എപ്പോഴും കരുതലും കാരുണ്യവും ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം അവതരിപ്പിച്ച 13 ബഡ്ജറ്റുകളിലും ആ ബഡ്ജറ്റുകളിൽ ഓരോ ബഡ്ജറ്റുകളും ഓരോ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാരുണ്യ പദ്ധതി എടുത്താലും, ഇന്ന് പല വേതനങ്ങൾ എടുത്താലും, കർഷക തൊഴിലാളി വേതനമെടുത്താലും 1980 ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബെന്നി കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. ജോൺ പി കരിക്കം, സജി ജോൺ കുറ്റിയിൽ, മുഹമ്മദ് കാസിം, VM മോഹനൻപിള്ള, ആദിക്കാട് മനോജ്, VI സാംകുട്ടി, അനിൽ പട്ടാജി, ജോസഫ് മാത്യു, ജോസ് ഏറത്ത്, മാത്യു സാം, റിജി ചെങ്കിലാത്ത്, PV ബഷീർ, എബി എബ്രഹാം, അഡ്വക്കേറ്റ് L തോമസ്, TK മുരളീധരൻ, ജോയി തോമസ്, രാജു മാത്യു, തോമസ് കുളമാങ്കുഴി, ബെന്നി തോമസ്, റെജി കിണത്തിൻകര, ഷിഫാന നൌഷാദ്, ലിജി വിൽസൺ, സുജാത രാജു, KY സുനറ്റ്, ആഷിഖ് പള്ളിമുക്ക്, ഷെബീർ ഷാ, പുന്നല സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം വിപണിക്ക് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NJ രാജൻ വിപണി ഉദ്ഘാടനം ചെയ്തു. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം വിപണിക്കാണ് തുടക്കമായത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NJ രാജൻ വിപണി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വീട്ടിലും ഈ സബ്സിഡി ഐറ്റങ്ങൾ എത്തുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഇത് ഓരോ ദിവസവും ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുക്കുന്ന ടോക്കണുകൾ ഇന്ന് കൊടുക്കും, നാളെ ടോക്കൺ വാങ്ങിച്ചതിന് ശേഷം നാളെ അത് കൊടുക്കാം. അപ്പോൾ ടോക്കൺ അനുസരിച്ച് വന്നാൽ മതി. എല്ലാവരുടെ ഒന്നും തിരക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അവരോട് ടോക്കൺ അനുസരിച്ച് ആദ്യത്തെ ടോക്കൺ ആദ്യമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് എന്തായാലും ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് എടുക്കുമല്ലോ. അതിനുശേഷം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആൾക്കാർ വന്നാൽ മതി. എല്ലാവർക്കും കിട്ടും, ഒരു കുഴപ്പമില്ലാതെ ഈ ഓണം എല്ലാവരും സന്തോഷമായും സമൃദ്ധമായും ആഘോഷിക്കണം. സംസ്ഥാന സർക്കാർ സബ്സിഡിയിൽ 13 ഇനങ്ങൾ ഉൾപ്പെടെ 17 കൂട്ടം സാധനങ്ങളാണ് വിപണിയിലുള്ളത്. 1865 രൂപയാണ് കിറ്റ് ഒന്നിന് വില. ടോക്കൺ സംവിധാനത്തിലായിരിക്കും കിറ്റുകൾ വിതരണം ചെയ്യുകയെന്നും വിപണിക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് NJ രാജൻ പറഞ്ഞു. 13
സബ്സിഡി ഐറ്റങ്ങൾ ചേർന്ന് മറ്റ് ഐറ്റങ്ങൾ ചേർന്ന് ഒരു 18 ഐറ്റങ്ങൾ 1865 രൂപ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ഒരു 500 രൂപയിൽ കൂടുതൽ സബ്സിഡി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഈ ഓണക്കിറ്റുകൾ വാങ്ങി ഈ വർഷത്തെ ഓണം സമൃദ്ധമാക്കണമെന്നും ഐശ്വര്യപൂർണ്ണമാക്കണമെന്നും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ സഹകാരികൾക്കും എല്ലാ നാട്ടുകാർക്കും നമ്മുടെ എല്ലാ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഓണാശംസകൾ സഹകരണ ബാങ്കിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു. ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിൽ കുതിച്ചു വരുന്ന വിലയെ ഒന്ന് പിടിച്ചു നിർത്താനെ കൊണ്ട് ഇത് ഉപകരിക്കുമെന്നാണ് നമ്മുടെ ഇടതുപക്ഷ മുന്നണി, നമ്മുടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും ചിന്ത. അതനുസരിച്ചാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഈ ചന്ത ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത്. ജീവനക്കാരൻ അലക്സ് സ്വാഗതം പറഞ്ഞു. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമനുസരിച്ചിട്ട് ഈ ഓണക്കാലത്ത് ഏറ്റവും പഞ്ഞമില്ലാത്ത ഓണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ നിസ്വാർത്ഥമായ ഒരു സേവനത്തിനാണ് ഉറൂൺ സർവീസ് സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ കമലാസനൻ, മോഹൻദാസ്, സുരേഷ് കുമാർ, ഷീബ, രതീഷ്, ബാങ്ക് സെക്രട്ടറി ബിന്ദു, CPM ഏരിയ കമ്മിറ്റി അംഗം R സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഓണക്കാലത്തെ വേറിട്ട കാഴ്ചയായി സ്കൂൾ അങ്ങാടി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവയും വിഷരഹിത ഭക്ഷ്യവസ്തുക്കളുമാണ് അങ്ങാടിയിൽ ഉണ്ടായിരുന്നത്. LED ലൈറ്റുകൾ ഉൾപ്പെടെ സ്കൂൾ അങ്ങാടിയിൽ വിൽപ്പനയ്ക്കെത്തിച്ചിരുന്നു. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലാണ് സ്കൂൾ അങ്ങാടി ഒരുക്കിയത്. ഞങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച LED ബൾബിനെ കുറിച്ചുള്ള ഉപയോഗങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ LED ബൾബുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. വിൽപ്പനയ്ക്ക് മാത്രമല്ല ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധിക്ക് എതിരെയുള്ള ശബ്ദമാണ് ഞങ്ങളുടെ LED ബൾബുകൾ. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ഉൾപ്പെടെ നിരത്തിവെച്ചിരിക്കുന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഇവയെല്ലാം. ഇതോടൊപ്പം LED ലൈറ്റുകളുമുണ്ട്. ഇതും പഠന പ്രവർത്തനമായി നിർമ്മിച്ചതാണ്. സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഇവയുടെ പ്രദർശനവും ഒപ്പം വിൽപ്പനയും നടത്തിയത്. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ ഓണാഘോഷമായിരുന്നു വേദി. ഇവിടെയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ അങ്ങാടി ഒരുക്കിയത്. അങ്ങാടിയിൽ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും മാത്രമായിരുന്നില്ല, വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കളും ഏറെ ഉണ്ടായിരുന്നു. നാടൻ പലഹാരങ്ങളും അച്ചാറുകളും വിദ്യാർത്ഥികൾ തങ്ങളുടേതാക്കി ഇവിടെ വിൽപ്പനയ്ക്കെത്തിച്ചു. ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും ഇത് മാത്രമല്ല, ഇങ്ങനെ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാം എന്നുള്ളത് പാഠം കൊടുക്കുന്നത് ഞങ്ങൾ കഴിക്കുകയാണ്. അതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ. വിദ്യാർത്ഥികളിലെ സംരംഭകരെ കണ്ടെത്തുന്ന തരത്തിലായിരുന്നു സ്കൂൾ അങ്ങാടി ഒരുക്കിയിരുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് സ്കൂൾ അങ്ങാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്ക് അവാർഡും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കായംകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ MR രാജശേഖരന്റെ 1ാം ചരമവാർഷികം ബാങ്കിൽ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവയും നടത്തി. നമ്മുടെ ബാങ്കിന്റെ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറിയതിനു ശേഷവും അതിനു മുമ്പും അദ്ദേഹം 60 വർഷക്കാലം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂട്ടത്തിൽ വഹിക്കാത്ത സ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് നമ്മുടെ കായംകുളം സർവീസ് സഹകരണ ബാങ്ക് 421. ഇതിന്റെ പുരോഗതിക്കും ഇതിന്റെ ബിൽഡിങ്ങിനും എല്ലാത്തിനും നമ്മുടെ എല്ലാ ജീവനക്കാർക്കും 3 ബ്രാഞ്ചിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രൊഫസറായും വക്കീലായും അതുപോലെ തന്നെ കായംകുളത്തിന്റെ സർവ്വമേഖലയും കായംകുളം നഗരസഭയുടെ ജനകീയാസൂത്രണ സമയത്തുള്ള മുനിസിപ്പൽ ചെയർമാനായിട്ടും എല്ലാം അദ്ദേഹം നമ്മുടെ സേവനാനുഷ്ഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഈ 1ാം ചരമവാർഷികത്തിന്റെ പുഷ്പാർച്ചനയാണ്. അതിന് കായംകുളം A421 നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന പ്രൊഫസർ MR രാജശേഖരന്റെ 1ാം ചരമവാർഷിക ദിനമാണ് ആചരിച്ചത്. CPIMന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ തുടങ്ങി. ആദ്യം KSYFന്റെ താലൂക്ക് ഭാരവാഹിയായി, ജില്ലാ ഭാരവാഹിയായി, CPIMന്റെ കായംകുളം ടൗണിലെ ലോക്കൽ കമ്മിറ്റി അംഗമായി ദീർഘകാലം പോകും. ആ കാലഘട്ടത്തിൽ മുതൽ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്.
1984 മുതൽ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോർ വ്യവസായ രംഗത്തെ സഹകരണ സംഘമായിട്ടുള്ള KCTയുടെ പ്രസിഡന്റായി സഖാവ് CVC വാര്യർ KCT പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ദീർഘനാളുകൾ KCTയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിലാണ് 1987 ഇന്ന് ഈ സംസ്ഥാനത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിൻ്റെ ചെയർമാനായ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ബാങ്കിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം P. ഗാനകുമാർ, ബ്രാഞ്ച് മാനേജർ K. ഉപേന്ദ്രൻ, കുറ്റിത്തെരുവ് ശാഖ മാനേജർ KK ആശ, കൗൺസിലർ ബിനു അശോക, ബോർഡ് അംഗം രാധാകൃഷ്ണൻ, വിനീത, രാഗേഷ്, M. റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് മാനേജർ CS അശ്വതി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമസന്ധ്യ സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയത് മഹാത്മാ അയ്യൻകാളിയാണെന്ന് MLA പറഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി യാത്രയും വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി നടത്തിയ കാർഷിക വിപ്ലവ സമരവുമാണ് കേരളത്തിൽ നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA അഭിപ്രായപ്പെട്ടു. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസന്ധ്യയുടെ ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മാത്രമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് പാലക്കാട്. ഇന്ത്യയിൽ ആദ്യം. അവിടെ 100 സീറ്റ് ഉണ്ട്. സാധാരണ മെഡിക്കൽ കോളേജുകളിലെല്ലാം 100 സീറ്റ് ഉണ്ട്. അതിലെ എത്ര സീറ്റാണ് പട്ടികജാതി സംവരണം? 10 സീറ്റ് അല്ലേ? ബാക്കി ജനറൽ വിഭാഗത്തിലാണ്. സ്വാഗത സംഘം ചെയർമാൻ G. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകയും MLAയുടെ സഹായത്താൽ അവിടെ 36 ലക്ഷം രൂപയുടെ പദ്ധതി പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടത്തുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകും. അതുപോലെ നമ്മളിവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് ഒരു കുടിവെള്ള പദ്ധതി കഠിനാപൈക പ്രദേശത്ത് പദ്ധതി ഫണ്ട് അനുവദിച്ചെങ്കിലും അതിൻ്റെ തുടർ നടപടികൾ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പറുടെ കാലത്തായിരുന്നു. ഇന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. ആ വിഷയം MLA കണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ MLA അത് നിയമസഭയിൽ അത് ഉന്നയിക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതിയാണ് അക്കാര്യം ചെയ്യേണ്ടതെന്ന് MLAക്ക് അത് മറുപടി വരികയും ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. കുരിപ്പള്ളി സലീം, K. ബാബുരാജൻ, G. വിനോദ് കുമാർ, N. പത്മലോചനൻ, N. ബൈജു, കരവാളൂർ സോമൻ, G. ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ആശാവർക്കർ ശ്രീജ, തിരുവോണം സംഘകൃഷി യൂണിറ്റിലെ അംഗങ്ങളായ ഗീത, ശാന്ത, രമണി, കുഞ്ഞുമോൾ എന്നിവരെ PC വിഷ്ണുനാഥ് MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവം. കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷ് വധക്കേസിലെ പ്രതികൾ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ. ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി കരുനാഗപ്പള്ളി പോലീസ്. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഓണക്കിറ്റും സമ്മാനിച്ചു. വിശിഷ്ട സേവനത്തിന് മെഡൽ നേടിയവർക്ക് ആദരം. വോട്ട് വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ. കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച്. ചാരുമൂട്ടിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.